നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് വേണ്ടി കുഴലൂതിയിരുന്ന ജഗദീപ് ധൻഖർ ഇടക്കാലത്ത് വെച്ച് ബി.ജെ.പിക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന പേരിലാണ് അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചത്. നമുക്കറിയാം, അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൗനവും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയതായി പത്രമാധ്യമങ്ങൾ പലപ്പോഴായി വാർത്ത കൊടുത്തിട്ടും അതൊന്നും ഗോദി മീഡിയകൾ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടേയില്ല. CP രാധാകൃഷ്ണൻ എന്ന ബി.ജെ.പിയുടെ സംഘപരിവാർ നേതാവ് ഇപ്പോഴിതാ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വികാരം മനസ്സിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരണമെന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഇത് CP രാധാകൃഷ്ണൻ ആപത്തായിരിക്കും, ലോയയുടെ അനുഭവം ഉണ്ടാകും, ലോയ എങ്ങനെയാണ് മരിച്ചതെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് CP രാധാകൃഷ്ണനെ പേടിപ്പിക്കുകയാണ്. കാരണം വളരെ വ്യക്തമാണ്. ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളത് ബി.ജെ.പി നേതൃത്വം നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ബി.ജെ.പിയിൽ ഇരുന്നു കൊണ്ട് മോദിയെ അമിത്ഷായും കുറ്റപ്പെടുത്തുകയോ അവരെ ഒതുക്കുകയോ ഒക്കെ ചെയ്താൽ പോലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. CP രാധാകൃഷ്ണന് പടിയിറങ്ങാൻ സമയമായി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹാനികരമായ എന്തോ സംഭവിക്കുന്നു, കഷ്ടകാലം തുടങ്ങുന്നു എന്നൊക്കെ പല മാധ്യമങ്ങളും എഴുതി പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. CP രാധാകൃഷ്ണൻ പൊതുവായ ഒരു വികാരം മാത്രമാണ് പറഞ്ഞത്. രാജ്യസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ചെയർ എന്ന രീതിയിൽ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് CP രാധാകൃഷ്ണൻ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ജഗദീപ് ധൻഖറും ഇതേ രീതിയിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതിയുടെ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് അഴിമതിക്കാരായിട്ടുള്ള ജസ്റ്റിസുമാർ അവരെ സംരക്ഷിക്കാൻ പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുക്കുകയാണോ ചിലർ എന്നുള്ള പരാമർശം നടത്തിയതേ ഉള്ളൂ. പിന്നീട് അധികാരം നഷ്ടപ്പെട്ടതാണ് കണ്ടത്. രാജ്യരാമാനം സ്ഥാനവും വലിച്ചെറിഞ്ഞ് കൂടും കുടുക്കുകയും ഉപേക്ഷിച്ച് ഉള്ള ജീവനും കൊണ്ട് ഓടുന്ന ഒരു ജഗദീപ് ധൻഖറിനെയാണ് നമ്മളെല്ലാവരും കണ്ടതെന്ന് പറയാതിരിക്കാൻ വയ്യ. ധൻഖറിൻ്റെ ഗതി അതല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായതെന്തോ CP രാധാകൃഷ്ണൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് വിമർശനാത്മകമായി പലരും പറയുന്നുണ്ട്. CP രാധാകൃഷ്ണൻ കോയമ്പത്തൂരിലേക്ക് തിരിച്ച് ട്രെയിൻ പിടിച്ചോളൂ, അതായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് കയറി തമിഴ്നാട്ടിലോട്ട് പോകൂ, നിങ്ങൾക്ക് അവിടെയാകുമ്പോൾ ജീവൻ നിലനിർത്താനെങ്കിലും കഴിയും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്താണ് സംഘപരിവാറിൻ്റെ അടുത്ത പ്ലാൻ? അത് CP രാധാകൃഷ്ണന് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഏകദേശം അറിയാം, അതല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണോ ഇതിൽ നിന്നും വ്യക്തമാകേണ്ടത്?